അങ്ങനെ അതെ നേരെ കടമത്ത് ദ്വീപിൽ ബോട്ട് ജെട്ടിയിൽ നമ്മൾ ഇറങ്ങി. ഇത്രയും നീണ്ട യാത്രക്കൊടുവിൽ നമ്മൾ കടമത്ത് ദ്വീപിലെത്തിരിക്കുകയാണ്. അങ്ങനെ ഈ ലഗേജ് കിട്ടാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ എടുത്തു തരികയാണ് ചെയ്യുക. അങ്ങനെ ലഗേജ് കിട്ടി നേരെ നമ്മൾ ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകാൻ പോകുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്നെങ്കിൽ ഒരു പാക്കേജ് വഴി ദ്വീപിലോട്ട് വരാം, അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉള്ള ആരെങ്കിലും ഒരാൾ സ്പോൺസർ ചെയ്യണം. എന്നെ ഇവിടെ സ്പോൺസർ ചെയ്തത് ഞാൻ 10 വർഷം മുന്നേ സർവേ പഠിപ്പിച്ച എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ്, പേര് ഹന്നത്ത് എന്നാണ്. അവളാണ് നമുക്ക് ഈ ഒരു ഓഫർ ഇത്രയും വർഷങ്ങൾക്ക് ഒടുവിൽ നമുക്ക് തന്നത്. ഹന്നത്തെ ഒരുപാട് താങ്ക്സ് കേട്ടോ. അങ്ങനെ നമ്മളിത് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി അവിടെ എത്തിയത് റിപ്പോർട്ട് ചെയ്യണം. അതായത് ഈ ദ്വീപിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ട കാര്യമാണെന്ത്, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം റിപ്പോർട്ട് ചെയ്യുക. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ എത്തിയ സമയത്ത് അവർ ഇന്ന് ചെയ്യണമെന്നില്ല, നാളെ രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞ്, അതും അവിടെ ഉള്ള അറിയുന്ന ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് വൈകുന്നേരമാണ് അവിടെ എത്തിയത്, അതുകൊണ്ടും നമുക്ക് നാളെ രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞ് നേരെ പോലീസ് സ്റ്റേഷനിൽ എന്ത് ചെയ്ത് തിരിച്ചിറങ്ങി ഹന്നത്തിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ഇതേ ഇങ്ങനെയുള്ള വഴികളിലൂടെയൊക്കെയാണ് കേട്ടോ പോകുന്നത്. എന്തായാലും വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. 10 വർഷത്തെ നമ്മൾ ദ്വീപ് എന്നിങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിലും ഒരുപാട് സ്റ്റുഡൻസിനെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്നാണ് ഈ ഒരു നാട്ടിൽ ഇവിടെ എത്താനുള്ള ഒരു അവസരം ഉണ്ടായത്. ഈ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് നേരെ നമ്മൾ ഹന്നത്തിൻ്റെ വീട്ടിലേക്കാണ് നേരിട്ട് ചെല്ലുന്നത്. അവിടെ അവളുടെ വീടിൻ്റെ അടുത്താണ് ഒരു വീടെടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞ്. എങ്ങനെയുണ്ട് കുത്തി കുറച്ചുകൂടി ഒഴിക്കിഞ്ഞി മതി ലക്കും കൊടുക്കണ്ടേ? ഇതെവിടാ മേടിക്കാൻ കിട്ടുക? ഇതിൻ്റെ വെൽക്കം ഡ്രിങ്ക് കണ്ട അടിപൊളി സാധനം കേട്ടോ. അങ്ങനെ കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറി നമ്മുടെ ഹന്നത്ത് നമുക്ക് നല്ല അടിപൊളി വീട് സംഘടിപ്പിച്ചതൊക്കെ ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. നല്ല അടിപൊളി വീടാണ്. കുളിച്ച് ഫ്രഷൊക്കെ ആയി ഇനി ഒന്ന് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിക്കുക. വീട്ടിലോട്ടല്ല ബീച്ചിലേക്ക്. ആ കാണുന്നതാണ് ബീച്ച്, ഇതാണ് നമ്മളെ വീട്.